ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതീയ ഇതിഹാസം ഏതാണ്? വാൽമീകി രാമായണം. വാൽമീകി രാമായണമാണ് ആദികാവ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതീയ ഇതിഹാസം. ഏതു ഭാഷയിലാണ് ആദികാവ്യം രചിക്കപ്പെട്ടത്? സംസ്കൃതം. സംസ്കൃത ഭാഷയിലാണ് ആദികാവ്യം രചിക്കപ്പെട്ടത്. ആദികവി ആരാണ്? വാൽമീകി മഹർഷി. വാൽമീകി മഹർഷിയാണ് ആദികവി എന്നറിയപ്പെടുന്നത്. പിടിച്ചുപറി ഉപജീവനമാർഗമാക്കിയിരുന്ന രത്നാകരനോട് തപസ്സു ചെയ്യാൻ നിർദ്ദേശിച്ചത് ആരാണ്? സപ്തർഷികൾ. സപ്തർഷികളാണ് രത്നാകരനോട് തപസ്സു ചെയ്യാൻ നിർദ്ദേശിച്ചത്. രത്നാകരന് വാൽമീകി എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത്? ചിതൽപുറ്റുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നതിനാൽ. ചിതൽപുറ്റുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരുന്നതിനാലാണ് രത്നാകരന് വാൽമീകി എന്ന പേര് ലഭിച്ചത്. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം? രാമൻ്റെ അയനം അഥവാ രാമൻ്റെ യാത്ര. രാമൻ്റെ അയനം അഥവാ രാമൻ്റെ യാത്ര എന്നാണ് രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ എത്രാമത്തെ അവതാരമാണ് ശ്രീരാമൻ? ഏഴാമത്തെ. മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ. വസിഷ്ഠൻ്റെ ഭാര്യ? അരുന്ധതി. അരുന്ധതിയാണ് വസിഷ്ഠൻ്റെ ഭാര്യ. മാരീചൻ, സുബാഹു ഇവരിൽ രാമഭക്തനായത് ആരാണ്? മാരീചൻ. മാരീചനാണ് രാമഭക്തനായത്. ജാനകി എന്നറിയപ്പെടുന്നതാര്? സീത. സീതാദേവിയാണ് ജാനകി എന്നറിയപ്പെടുന്നത്. സീത എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉഴവുചാൽ. ഉഴവുചാൽ എന്നാണ് സീത എന്ന വാക്കിൻ്റെ അർത്ഥം. സീതാദേവി ആരുടെ പുത്രിയാണ്? ജനക മഹാരാജാവിൻ്റെ വളർത്തുമകളും ഭൂമിദേവിയുടെ മകളുമാണ് സീതാദേവി. സീതാ സ്വയംവരം നടന്നത് എവിടെ വെച്ചാണ്? മിഥിലാപുരിയിൽ വെച്ച്. മിഥിലാപുരിയിൽ വെച്ചാണ് സീതാ സ്വയംവരം നടന്നത്. സീതാ സ്വയംവരത്തിലെ പ്രധാന നിബന്ധന എന്തായിരുന്നു? ശിവന്റെ പിനാകം അഥവാ ശൈവചാപം എന്ന വില്ലു കുലയ്ക്കുന്ന ആൾക്ക് സീതയെ വിവാഹം കഴിക്കാം എന്നായിരുന്നു സീതാ സ്വയംവരത്തിലെ പ്രധാന നിബന്ധന. പിനാകം എന്ന വില്ലു കുലച്ച് സീതയെ വിവാഹം ചെയ്തത് ആര്? ശ്രീരാമൻ. ശ്രീരാമനാണ് പിനാകം എന്ന വില്ലു കുലച്ച് സീതയെ വിവാഹം ചെയ്തത്. പിനാകം ആരുടെ ധനുസ്സായിരുന്നു? പരമശിവന്റെ. പരമശിവന്റെ ധനുസ്സായിരുന്നു പിനാകം. പിനാകം അഥവാ ശൈവചാപത്തിൻ്റെ മറ്റൊരു പേര് അജഗവം, ത്രയംബകം. പിനാകം എങ്ങനെയാണ് ജനകൻ്റെ കൈവശം എത്തിയത്? ദേവന്മാരെല്ലാം ചേർന്ന് ദക്ഷയാഗത്തിൽ വെച്ച് പിനാകം ജനകൻ്റെ പൂർവികനായ ദേവരാതന് നൽകിയതാണ്. ജനക മഹാരാജാവ് ഭരിച്ചിരുന്ന രാജ്യത്തിൻ്റെ പേര്? മിഥിലാപുരി. മിഥിലാപുരിയാണ് ജനക മഹാരാജാവ് ഭരിച്ചിരുന്ന രാജ്യത്തിൻ്റെ പേര്. ജനക മഹാരാജാവിൻ്റെ കുലഗുരു? ശതാനന്ദൻ. ശതാനന്ദനാണ് ജനക മഹാരാജാവിൻ്റെ കുലഗുരു. ലക്ഷ്മണൻ്റെ ഭാര്യ? ഊർമിള. ഊർമിളയാണ് ലക്ഷ്മണൻ്റെ ഭാര്യ. മാണ്ഡവി ആരുടെ ഭാര്യയായിരുന്നു? ഭരതൻ്റെ. ഭരതൻ്റെ ഭാര്യയാണ് മാണ്ഡവി. ശത്രുഘ്നൻ്റെ ഭാര്യയുടെ പേര്? ശ്രുതകീർത്തി. ശ്രുതകീർത്തിയാണ് ശത്രുഘ്നൻ്റെ ഭാര്യ. ഊർമിള ആരുടെ മകളാണ്? ജനകൻ്റെ. ജനക മഹാരാജാവിൻ്റെ മകളാണ് ഊർമിള. ജനക മഹാരാജാവിൻ്റെ സഹോദരൻ ആര്? കുശധ്വജൻ. കുശധ്വജനാണ് ജനക മഹാരാജാവിൻ്റെ സഹോദരൻ. കുശധ്വജൻ്റെ മക്കൾ ആരെല്ലാമാണ്? മാണ്ഡവി, ശ്രുതകീർത്തി. മാണ്ഡവിയും ശ്രുതകീർത്തിയുമാണ് കുശധ്വജൻ്റെ മക്കൾ.